തിലാവത്തിൻ്റെ സുജൂദിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. സുജൂദ് മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ 4 സുജൂദുകളാണ് ഉള്ളത്. ഒന്ന്, നിസ്കാരത്തിൽ വരുന്ന സുജൂദ്. രണ്ടാമത്തേത്, നിസ്കാരത്തിൽ അബദ്ധം സംഭവിക്കുമ്പോൾ നിർവഹിക്കുന്ന സഹ്വിൻ്റെ സുജൂദ്. ഇത് രണ്ടും നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മൂന്നാമത്തെ സുജൂദ് തിലാവത്തിൻ്റെ സുജൂദാണ്. നാലാമത്തെ സുജൂദ് ശുക്റിൻ്റെ സുജൂദ്. തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിൽ 14 സ്ഥലങ്ങളിൽ തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ട്. നിസ്കാരത്തിന് പുറത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലം വരുമ്പോൾ 4 നിബന്ധനകൾക്ക് വിധേയമായി അത് നിർവഹിക്കേണ്ടതാണ്. തിലാവത്തിൻ്റെ സുജൂദ് പരാമർശിക്കുന്ന ആയത്ത് ഓതിക്കഴിഞ്ഞാൽ തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്യാം. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കുക. അല്ലാഹു അക്ബർ, തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് അല്ലാഹു അക്ബർ. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സുജൂദിന് വേണ്ടി നിൽക്കണം എന്നില്ല. ഇരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ആദ്യത്തെ അത്തഹിയാത്ത് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് അല്ലാഹു അക്ബർ. വേറെ ഒന്നും നമുക്കവിടെ ചെല്ലാനില്ല. ഉടനെ സുജൂദിലേക്ക് പോവുക. അതാണ് മൂന്നാമത്തെ റുക്ന്. സുജൂദിലേക്ക് പോയിട്ട് തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട പ്രത്യേകമായ ഒരു ദിക്റുണ്ട്. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇതാണ് തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ടത്. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നേരെ അത്തഹിയാത്തിലേക്ക് ഇരിക്കുക. അത്തഹിയാത്ത് ചൊല്ലണ്ട, ഉടനെ സലാം പൊട്ടുക. അസ്സലാമു അലൈക്കും. അപ്പോൾ 4 കാര്യങ്ങളാണ് നിസ്കാരം അല്ലാത്തപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നിയ്യത്ത് ചെയ്യുക. രണ്ടാമത്തെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, അതോടൊപ്പം കെട്ടുക. പിന്നെ നേരെ സുജൂദിലേക്ക് പോവുക. സജദ വജ്ഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു എന്ന ദിക്ർ ചൊല്ലുക. ശേഷം അത്തഹിയാത്തിലേക്ക് ഇരിക്കുക. അത്തഹിയാത്ത് ഒന്നും ഓതേണ്ട ആവശ്യമില്ല, ഉടനെ സലാം വിളിക്കുക. ഇങ്ങനെ 4 കാര്യങ്ങളാണ് തിലാവത്തിൻ്റെ സുജൂദിൽ നാം ശ്രദ്ധിക്കേണ്ടത്. നിസ്കാരത്തിൻ്റെ പുറത്താണ്. നിസ്കാരത്തിൻ്റെ പുറത്തായതുകൊണ്ടാണ് നമ്മൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതേണ്ടി വന്നത്. അതേസമയം നിസ്കാരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന് പ്രത്യേകം കരുത്ത് ആവശ്യമില്ല. അതേസമയം സഹവിൻ്റെ സുജൂദ് നാം നിർവഹിക്കുമ്പോൾ ഞാൻ സഹവിൻ്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന് കരുതേണ്ടിയിരുന്നു. ഇമാമായ ആളും മുൻഫരിദായ ആളും ഞാൻ സഹവിൻ്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന് കരുതണം. മഅ്മൂമായ ആൾ കരുതേണ്ട ആവശ്യമില്ല. കാരണം എന്തിനു വേണ്ടിയാണ് ഇമാമ് സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നത് മഅ്മൂമിന് അറിഞ്ഞോളണമെന്നില്ലല്ലോ. അതുകൊണ്ട് മഅ്മൂമ് സഹവിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ഞാൻ സഹവിൻ്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന് കരുതിക്കൊള്ളണമെന്നില്ല. മഅ്മൂമിന് അബദ്ധം പറ്റിയാൽ അതിൻ്റെ പേരിൽ പ്രത്യേക സുജൂദും ഇല്ല. കാരണം അത് ഇമാമ് വഹിക്കും എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുടെ നിസ്കാരത്തിൽ അബദ്ധം പറ്റിയാലും ഇമാമായി നിൽക്കുമ്പോൾ ഇമാമിന് അബദ്ധം പറ്റിയാലും ഞാൻ സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്ന് കരുതണം. മഅ്മൂമ ഇമാമിൻ്റെ സുജൂദിനോട് അനുബന്ധമായി നിർബന്ധിതനായി ചെയ്യേണ്ട സുജൂദായതുകൊണ്ട് അവിടെ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അത് ബാധകമല്ല.
ഇവിടെ 4 സുജൂദുകളെ കുറിച്ചാണ് നമ്മൾ പരാമർശിച്ചത്. നിസ്കാരത്തിൽ വരുന്ന സാധാരണയുള്ള സുജൂദുകൾ, നിസ്കാരത്തിൽ വരുന്ന സഹ്വിന്റെ സുജൂദ് രണ്ടാമത്തേത്, മൂന്നാമത്തേത് ശുക്റിന്റെ സുജൂദ്. നമുക്ക് അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടി, ഒരു നിഅമത്ത് കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്സിഡന്റിൽ പെട്ട് എല്ലാവർക്കും അപകടം പറ്റി, നമുക്ക് പറ്റിയില്ല. അല്ലാഹു ഒരു നിഖ്മത്തിനെ നമ്മളിൽ നിന്ന് തട്ടി മാറ്റിയതിൻ്റെ പേരിൽ ഒരു സുജൂദ് അങ്ങ് ചെയ്യാം, ശുക്റിന്റെ സുജൂദ്. അത് സുന്നത്താണ്. ഏത് സുജൂദാണെങ്കിലും അതിനെല്ലാം വുളൂ ഉണ്ടായിരിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വുളൂ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് അല്ലാഹുവിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയാൽ അതിൻ്റെ പേരിൽ നമുക്ക് ആ സമയത്ത് ഞാൻ ശുക്റിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് നിയത്ത് ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്യാം. അല്ലാഹുവിൽ നിന്ന് നിഅമത്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു നിഖ്മത്തിനെ അല്ലാഹു തടഞ്ഞാൽ, അല്ലെങ്കിൽ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളെ നാം കാണുമ്പോൾ അല്ലാഹ് അത്തരം രോഗമൊന്നും എനിക്ക് നീ തന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ശുക്ർ. അല്ലെങ്കിൽ മഅസിയത്തിലായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, കള്ളു കുടിച്ച് മത്ത് പിടിച്ച് ലക്കും ലഗാനും നഷ്ടപ്പെട്ട് ഇങ്ങനെ ആടി വരഞ്ഞു പോവുകയാണ്. അപ്പം നമ്മൾ വിചാരിക്കുക, റബ്ബേ എൻ്റെ കൂടെ പഠിച്ച ആളാണ് അവനൊക്കെ, ഞാൻ ഈ പള്ളിയിൽ വരാൻ എനിക്ക് അവസരം ഉണ്ടായി, ഇൽമിൻ്റെ സദസ്സിലിരിക്കാൻ അവസരം ഉണ്ടായി, കൃത്യമായി നിസ്കരിക്കണം എന്നുള്ള ബോധം ഉണ്ടായി, ഇങ്ങനെയൊന്നും നടക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു ശുക്റിന്റെ സുജൂദ് സുന്നത്താണ്. രോഗിയുടെ മുമ്പിൽ ശുക്റിന്റെ സുജൂദ് ചെയ്യുമ്പോൾ അത് രഹസ്യമായി ചെയ്യണം എന്നാണ്. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളുടെ മുമ്പിൽ ശുക്റിന്റെ സുജൂദ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പം നെഞ്ചു പൊട്ടിപ്പോകും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദ് രഹസ്യവും, തമ്മാടിയായ ഒരു മനുഷ്യനിൽ നിന്ന് മനുഷ്യനെ കാണുമ്പോൾ നാം ശുക്റിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ അത് പരസ്യമാക്കലും സുന്നത്താണെന്ന് മഹാന്മാരായ ഫഖഹാവ് പറയുന്നു. പിന്നെ 4ാമത്തെ സുജൂദാണ് ഈ തിലാവത്തിന്റെ സുജൂദ്. ഇതല്ലാത്ത വെറുതെ ഒരു സുജൂദ് നിർവഹിക്കാൻ പാടില്ല. ഇവിടെയൊന്നുമല്ല, ചില ആളുകളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ദുആക്കെ കഴിഞ്ഞിട്ട് വെറുതെ സുജൂദക്ക് പോകും, എന്നിട്ട് സുജൂദ് ചെയ്തിട്ട് എണീച്ചാണ് പോകും. അങ്ങനെ ഒരു സുജൂദ് ഇല്ല, കാരണമില്ലാത്ത ഒരു സുജൂദ് ഇല്ല. ഈ 4 സുജൂദ് അല്ലാത്ത ഒരു സുജൂദ് നമുക്ക് ചെയ്യാൻ പാടില്ല. എന്തെങ്കിലും കാരണം വേണം സുജൂദിന്. ഒന്നുകിൽ തിലാവത്തിന്റെ സുജൂദ്, അല്ലെങ്കിൽ ശുക്റിന്റെ സുജൂദ്, അല്ലെങ്കിൽ നിസ്കാരത്തിലെ സുജൂദ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ വന്ന അബദ്ധത്തിന്റെ പേരിലുള്ള സുജൂദ്. ഇതല്ലാത്ത ഒരു സുജൂദ് പിന്നീട് പരാമർശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. നാളെ ആഖിറത്തിൽ 4 സുജൂദ് നബി തങ്ങൾ സ്പെഷ്യലായി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുമെന്ന് ഹദീസിൽ കാണാം. ഓരോ സുജൂദിനും ഒരാഴ്ചയുടെ ദൈർഘ്യമുണ്ടെന്ന് മഹാനായ ഇമാം സക്കരിയ അൽ-അൻസാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. അപ്പോൾ തിലാവത്തിന്റെ സുജൂദാണ് 4ാമത്തെ സുജൂദ്. അതിന് 4 ഫർളുകളുണ്ട് എന്ന് നാം വിശദീകരിച്ചു കഴിഞ്ഞു. ഖുർആൻ ഓതി തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ആ ആയത്ത് ഓതിയ ഉടനെ സുജൂദ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ സമയദൈർഘ്യം ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരായ ഫുഖഹാ അതിന് പറയുന്നത്, ചുരുങ്ങിയ രൂപത്തിൽ ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഇതിനൊരു 1.5 മിനിറ്റാണ് വേണ്ടത് എങ്കിൽ അത്രയും സമയം, അതിനേക്കാൾ കൂടിയാൽ പിന്നെ ആ ആയത്തിന്റെ പേരിൽ സഹ്വിന്റെ സുജൂദ്, തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. ആയത്ത് പൂർണ്ണമായി ഓതിക്കഴിഞ്ഞതിന് ശേഷം, ഓതിയ ആൾക്ക് മാത്രമല്ല ആ ആയത്ത് ഓതി കേട്ട ആളുകൾക്കും ഇതുപോലെ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. മഹാന്മാരായ ഫുഖഹാ അത് പറയുന്നു, യുസന്നു ലിഖാരിഇൻ ഫി സ്വലാത്തി വഖാരിജഹാ വമുസ്തമിഇൻ വസാമിഇൻ ഖാരിജഹാ. നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും തിലാവത്തിന്റെ ആയത്തുകളെ പാരായണം ചെയ്ത ആൾക്ക് സുജൂദ് ചെയ്യൽ സുന്നത്താണ്.
മൗമൂമായ ആള് ഇമാമ് സുജൂദ് ചെയ്താൽ അല്ലാതെ മൗമൂമിന്റെ പാരായണത്തിന് വേണ്ടി ഇമാമിനെ കൂടാതെ സുജൂദ് ചെയ്യാൻ പാടില്ല. അസർ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇഖ്റ ബിസ്മി എന്ന സൂറത്താണ് ഇപ്പം മൗമൂം ഓതിയത്. സുജൂദ് പരാമർശിക്കുന്ന അവസാനത്തെ സൂറത്താണ് ഇഖ്റ ബിസ്മി. വസ്ജുദ് വഖ്തരിബ് എന്ന് പറയുമ്പോൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം, സുന്നത്താണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പിന്നെ എന്താ എന്നിട്ട് ഇമാമിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ നിസ്കാരത്തിൽ. സാധാരണ ഇപ്പൊ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് തറാവീഹിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്ത നിസ്കാരത്തിലൊന്നുമില്ല. അതിന് കാരണമുണ്ട്. രഹസ്യവും പരസ്യവുമായി ഓതുന്ന എന്ന് പറഞ്ഞാൽ പതുക്കെ ഓതുന്നതും ഉറക്കെ ഓതുന്നതുമായ നിസ്കാരത്തിൽ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമെന്ന് കാണുമ്പോൾ അങ്ങനെ സുജൂദ് ചെയ്യാൻ പാടില്ല. അതിന് തിലാവത്തിന്റെ സുജൂദാണെന്നില്ല. ഒരു വലിയ പള്ളിയാണ്, ഇവിടുന്ന് അങ്ങോട്ടും ആൾക്കാർ നിൽക്കുന്നു, ഇവിടുന്ന് ഇങ്ങോട്ടും ആൾക്കാർ നിൽക്കുന്നു, ബാക്കിലോട്ടും ആൾക്കാർ നിൽക്കുന്നു, ഭയങ്കര ഒരു വലിയ ജമാഅത്താണ്. അവിടെ സഹവിന്റെ സുജൂദ് ചെയ്താൽ ജനങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് കാണുമ്പോൾ സഹവിന്റെ സുജൂദാണെങ്കിൽ പോലും ചെയ്യുന്നതിനേക്കാൾ നല്ലത് ചെയ്യാതിരിക്കലാണ്. കാരണം എന്താ? നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കാനാണ് സഹവിന്റെ സുജൂദ്. പക്ഷെ ആ സുജൂദ് ചെയ്തതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ഇമാമിന് അഭിപ്രായമുണ്ടെങ്കിൽ വലിയ പള്ളികളിലൊന്നും സഹവിന്റെ സുജൂദ് പോലും ചെയ്യാതിരിക്കണമെന്നാണ്. നിസ്കാരത്തിൽ അബദ്ധം തീർക്കാനാണല്ലോ സഹവിന്റെ സുജൂദ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുകയാണെന്ന് കണ്ടാൽ പിന്നെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം അത് വേണ്ട. അതുപോലെ തന്നെയാണ് ഈ തിലാവത്തിന്റെ സുജൂദ്. പിന്നെ തിരക്കടില്ല, നേരത്തെ തന്നെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി, 1-ാം റക്അത്തിൽ സുജൂദ് ഉണ്ടാവും, 2-ാം റക്അത്തിൽ സുജൂദ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. മൗമൂമികളെല്ലാം പ്രിപ്പയർഡാണ്, ആ വിഷയത്തിൽ ധാരണയുള്ള ആളാണ്. ആ സമയത്ത് തിലാവത്തിന്റെ സുജൂദ് ഇമാമിന് നിർവഹിക്കാം. അതല്ലാതെ പരസ്യമായ ജമാഅത്തുകളിൽ ഉറക്കി ഓതുന്ന നിസ്കാരങ്ങളിലും പതുക്കെ ഓതുന്ന നിസ്കാരങ്ങളിലും തിലാവത്തിന്റെ സുജൂദ് ഇമാമികൾ നിർവഹിച്ച് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് എന്ന് പ്രത്യേകം നിർദ്ദേശമുണ്ട്. അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം. മൗമൂമിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരു നോട്ടീസ് കൊടുത്തിരുന്നു, അപ്പോൾ നമുക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം. തറാവീഹിലൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. 1-ാമത്തെ റക്അത്തിൽ സുജൂദ് ഉണ്ട്, അല്ലെങ്കിൽ 2-ാമത്തെ റക്അത്തിൽ സുജൂദ് ഉണ്ട് എന്ന് പ്രത്യേകം പരാമർശിക്കും ഇമാമിന്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് ആർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇമാമ് സുജൂദ് ചെയ്യുമ്പോൾ മൗമൂമിങ്ങൾ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാതിരിക്കരുത്, അത് നിസ്കാരം ബാത്തിലാകും. അതാ പറയുന്നു, ويسن للإمام في السرية تأخيره إلى فراغه من الصلاة وكذا الجهرية. ഉറക്കെ ഓടുന്ന നിസ്കാരത്തിലും പതുക്കെ ഓടുന്ന നിസ്കാരത്തിലും ഇമാമിന് തിലാവത്തിന്റെ സുജൂദ് പിന്തിപ്പിക്കൽ സുന്നത്താണ്. ഇൻ ഖാഫ തശ്വീശൻ അലൽ മൗമൂമീൻ, മൗമൂമിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആകുമെന്ന് കണ്ടാൽ വതഹറുമുൽ ഖിറാഅത്തു ബിഖസ്തി സുജൂദി ഫഖത്ത്, സുജൂദ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ആ ആയത്ത് മാത്രം പാരായണം ചെയ്യൽ ഹറാമാണ്. സുജൂദ് ചെയ്യണമെന്ന് വിചാരിച്ച ആ ആയത്ത് തന്നെ ഓതുക, എന്നിട്ട് പിന്നെ സുജൂദ് ചെയ്യുക, പിന്നെ ആയത്ത് ഓതുക, പിന്നെ സുജൂദ് ചെയ്യുക, അങ്ങനെയും ഉണ്ടാകരുത്. ഓതി വരുന്ന കൂട്ടത്തിൽ ഇങ്ങനെ തിലാവത്തിന്റെ ആയത്ത് സുജൂദ് പരാമർശിക്കുന്ന ആയത്ത് ഓതിയതിന്റെ പേരിൽ സുജൂദ് ചെയ്യാം, അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും. ഏതായിരുന്നാലും ആ സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് കൂടുതൽ. ഒരാൾ പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ ഒരാളുടെ ഖുർആൻ പാരായണം കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം ആദ്യം തഹയ്യത്ത് നിസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണോ വേണ്ടത്? ഫുഖഹാ ചർച്ച ചെയ്യുന്നുണ്ട്. തിലാവത്തിന്റെ സുജൂദ് നിർവഹിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തഹയ്യത്ത് നഷ്ടപ്പെടുകയില്ല.
സാധാരണഗതിയിൽ പള്ളിയിൽ കയറിയാൽ ഉടനെ തഹിയ്യത്ത് നിസ്കരിക്കണം. അദ്ദേഹം അവഗണിച്ചു എന്ന് കാണുന്ന ഏതെങ്കിലും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാൽ ആ തഹിയ്യത്ത് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ പള്ളിയിൽ കയറുമ്പോൾ അദ്ദേഹം തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ഒരു ആയത്ത് കേട്ടാൽ ആ ആയത്ത് നിർവഹിക്കുന്നത് കൊണ്ട്, ആ ആയത്തിന്റെ പേരിൽ സുജൂദ് നിർവഹിക്കുന്നത് കൊണ്ട് തഹിയ്യത്ത് നഷ്ടപ്പെടുകയില്ല എന്ന് മഹാന്മാരായ ഫുഖഹാവ് പറയുന്നു. നിസ്കാരത്തിൽ ശ്രദ്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും തിലാവത്തിന്റെ സുജൂദിലും ശ്രദ്ധിക്കേണ്ടതാണ്. 3 അനക്കങ്ങൾ തുടരെയായി അനങ്ങിയാൽ നിസ്കാരം ബാത്തിലാകും. നിസ്കാരത്തിൻ്റെതല്ലാത്ത 3 അനക്കങ്ങൾ നിസ്കാരത്തിലുണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. ഇതുപോലെ തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് അതിൽ പ്രവേശിച്ച ആള് നിസ്കാരവുമായി ബന്ധമില്ലാത്ത 3 അനക്കങ്ങൾ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാവുന്നതാണ്. പിന്നെ തിലാവത്തിന്റെ സുജൂദ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദുവും ബിസ്മിയും ചൊല്ലൽ സുന്നത്തില്ല. ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തിലാവത്തിന്റെ സുജൂദ് നിർവഹിച്ച് നമ്മളിങ്ങനെ തിരിച്ചു വന്നു, എന്നിട്ട് പിന്നെ അഊദുവും ബിസ്മിയും ചൊല്ലേണ്ട ആവശ്യമില്ല. നിസ്കാരത്തിലാണെങ്കിലും വേണ്ട, അല്ലാത്തയിടത്തും വേണ്ട. കാരണം അത് ആ ഖുർആനിന്റെ ഖിറാഅത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സുജൂദാണ് നമ്മൾ നിർവഹിച്ചത്. നിസ്കാരത്തിലാകുമ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തിലാവത്തിന്റെ സുജൂദ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിസ്കാരത്തിലേക്ക് വന്നിട്ട് പിന്നെ ഒരല്പവും കൂടി ഖുർആൻ ഓതിയിട്ട് വേണം റുക്കൂയിലേക്ക് പോകാൻ. അത് സുന്നത്താണ്. പക്ഷെ ആ ഖുർആൻ ഓതാൻ വേണ്ടി അഊദുവും ബിസ്മിയും നിസ്കാരത്തിലാണെങ്കിലും ചെല്ലണ്ട, അല്ലാത്തപ്പോഴും ചെല്ലണ്ട. കാരണം ആ ഖുർആൻ പാരായണത്തിന്റെ ബാക്കി ഭാഗങ്ങളാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിസ്കാരത്തിലാകുമ്പോൾ ഒരല്പവും കൂടി ആ തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ആയത്ത് കഴിഞ്ഞിട്ട് ഒരല്പവും കൂടി ഓതിയിട്ട് വേണം റുക്കൂയിലേക്ക് പോകാൻ. അതില്ലാതിരിക്കുമ്പോൾ കുറെ കൺഫ്യൂഷനുകൾ ഉണ്ടാവുമല്ലോ. അടുത്ത സൂറത്താണെങ്കിൽ അത് ഓതുക. അടുത്ത സൂറത്തിലാണ് ഇതുള്ളതെങ്കിൽ അടുത്ത സൂറത്ത് അല്പം ഓതി വെക്കുക. അപ്പൊ അടുത്ത സൂറത്തിലെ ബിസ്മി ഓതേണ്ടി വരും. ഇഖ്റാ ബിസ്മിന്റെ അവിടെ അതാ ആയത്തിന്റെ ഭാഗമാണല്ലോ. 114 സൂറത്തുകളിൽ 113 സൂറത്തുകളിലും ബിസ്മിയുണ്ട്. ബറാഅത്ത് സൂറത്തിൽ ബിസ്മി ഇല്ല. ബറാഅത്ത് സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. അതുകൊണ്ട് റഹ്മാനാണ് റഹീമാണ് അള്ളാഹു എന്ന് പരാമർശിക്കുന്ന ആ ബിസ്മിയുടെ സന്ദേശവും ഈ സൂറത്തിന്റെ തുടക്കവും തമ്മിൽ ഒരു പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് അവിടെ മാത്രം ബിസ്മി വേണ്ട എന്ന് തീരുമാനിച്ചു. ബാക്കിയുള്ള 113 സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മിയുണ്ട്. അപ്പൊ അങ്ങനെ സജദ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു സൂറത്തിന്റെ തുടക്കമാണെങ്കിൽ അതായത്താണ്, അതാ സൂറത്തിന്റെ ബാക്കിയാണ്, സൂറത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ ഓതണം. അത് വേറെ കാര്യം. അവിശ്വാസിയായ ഒരാളാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് നമ്മൾ കേട്ടത്. തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ഒരു ആയത്ത് അവിശ്വാസിയായ ഒരാൾ ഓതുന്നത് കേട്ടാൽ നാം സുജൂദ് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പാരായണത്തിന്റെ പേരിൽ പോലും തിലാവത്തിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണെന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന ഇമാമാണ് തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ആയത്ത് ഓതിയത് എങ്കിൽ മഅ്മൂമിങ്ങൾക്ക് അവിടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് ഇമാം തിലാവത്തിന്റെ സുജൂദുള്ള ഒരു ആയത്ത് ഓതിയത് എങ്കിൽ മഅ്മൂമിങ്ങൾക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാമെന്ന് മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നു. തിലാവത്തിന്റെ സുജൂദ് ഒന്നേ ഉള്ളൂ. ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. പണ്ട് ഖുർആൻ ഹാഫിളായി ഒരു മുത്തഅല്ലിമിനെ എന്ത് ചെയ്തു? തറാവീഹ് നിസ്കാരത്തിന് ഏൽപ്പിച്ചു. ഹാഫിളായ ഒരാളാണ്, ഖുർആനേക്കാൾ ഉഷാറ. അങ്ങനെ ഒരു ദിവസം സുബഹി വന്നപ്പോൾ സുബഹി നിസ്കാരത്തിൽ
ഇമാമത്ത് വെക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അപ്പൊ സുബഹിയുടെ സജദ സൂറത്ത് ഓതുമ്പോൾ അതിലൊരു സുജൂദ് ഉണ്ടല്ലോ. ഈ കുട്ടിക്ക് അത്ര വശമില്ല, പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. 2 സുജൂദ് എന്ത് ചെയ്തു? ചെയ്തു. തിലാവത്തിന്റെ സുജൂദ് ഒന്നേ ഉള്ളൂ. സഹ്വിൻ്റെതാണ് 2 സുജൂദ്. സഹ്വിന്റെ 2 സുജൂദ്, തിലാവത്തിന് ഒറ്റ സുജൂദ്. സഹ്വിന്റെ സുജൂദ് നിർവഹിച്ചിട്ട് ഒരാൾ ഒരു സുജൂദ് മാത്രം നിർവഹിക്കണമെന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാകും. സഹ്വിന്റെ 2 സുജൂദുണ്ട്, അതിൽ ഒരു സുജൂദേ ഞാൻ ചെയ്യുള്ളൂ എന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാകും. അതിൻ്റെ 2 സുജൂദ് ചെയ്യണം. കരുത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ അയാൾ നിർവഹിച്ചപ്പോൾ 1 ചെയ്തിട്ട് അങ്ങ് സലാം കൂട്ടി, അതിന് കുഴപ്പമില്ല. കാരണം സഹ്വിന്റെ സുജൂദ് സുന്നത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ 1 നിർവഹിക്കുള്ളൂ എന്നുള്ള ആദ്യത്തെ കരുത്തുകൊണ്ട് നിസ്കാരം ബാത്തില്ല. ചെയ്തു പോയപ്പോൾ 1 മാത്രം ചെയ്ത അയാൾ സലാം കൂട്ടി എന്നതുകൊണ്ട് കുഴപ്പവുമില്ല എന്ന് മഹാന്മാരായ ഫഖഹാവ് പറയുന്നു. അപ്പൊ തിലാവത്തിന്റെ സുജൂദിന് നിയ്യത്തിന്റെ ആവശ്യമില്ല, സഹ്വിന്റെ സുജൂദിന് നിയ്യത്തിന്റെ ആവശ്യമുണ്ട്. ഇമാമോ മുൻഫരിദോ, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളോ ഇമാമോ ആണ് നിർവഹിക്കുന്നത് എങ്കിൽ അവരുടെ തിലാവത്തിന്റെ സുജൂദിന്, സഹ്വിന്റെ സുജൂദിന് നിയ്യത്തുണ്ട്. മഅ്മൂമ് എന്തിനു വേണ്ടിയാണ് സുജൂദ് ചെയ്യുന്നത് എന്നറിയാത്തത് കൊണ്ട് സഹ്വിന്റെ സുജൂദിന് മഅ്മൂമ് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിലപ്പോൾ നമുക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാൻ പറ്റാത്ത ഘട്ടമായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ വണ്ടിയിൽ യാത്ര പോവുകയാണ്. വണ്ടിയിൽ യാത്ര പോവുകയാണെന്ന് വിചാരിച്ചാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാത്ത പ്രശ്നമില്ല. പക്ഷെ അയാൾക്ക് ഒന്നുമില്ല. ഓതുന്നത് ഇപ്പം ഖുർആൻ മൊബൈലാണെങ്കിൽ ഒന്നുമില്ലാതൊക്കെ ഓതുമല്ലോ. മൊബൈലിലെ ഖുർആൻ ഓതാൻ ഇപ്പോൾ ഒന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഖുർആൻ എപ്പോൾ ഓതുമ്പോഴും ഒന്നു വേണം, അത് വേറെ കാര്യം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ കൂലി നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ പകുതി കൂലിയാണ് കിട്ടുക. ഒന്നുമില്ലാതെ പാരായണം ചെയ്താൽ ഒരു അക്ഷരത്തിന് 10 കൂലിയാണ്. ഒന്നോടുകൂടെ പാരായണം ചെയ്താൽ അതിന് 25 കൂലിയാണ് ഒരു അക്ഷരത്തിന്. അത് നിസ്കാരത്തിലാകുമ്പോൾ 100 കൂലിയാണ്. ഇരുന്നു കൊണ്ടാകുമ്പോൾ അതിന് 50 കൂലിയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് വന്ന ഒരു അസർ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യാണ് ഒരാൾ, സീറ്റിലിരുന്ന് ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്യാണ്. തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ആയത്തെത്തി, പക്ഷെ അയാൾക്ക് ഒന്നുമില്ല. എന്നാൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? നേരത്തെ നമ്മൾ തഹിയ്യത്തിന് പകരം പറഞ്ഞ ദിക്ർ അവിടെ ചെല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പെരുന്നാളിന്റെ ദിക്റിൽ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നില്ല. അതേസമയം ഈ പറയുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം തഹിയ്യത്തിന് പകരം ഒരാൾ ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ഒന്നുണ്ട് അയാൾക്ക്, പക്ഷെ എപ്പോൾ നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സമയമില്ല. അല്ലെങ്കിൽ അയാൾക്ക് ഇപ്പോൾ നിസ്കരിക്കണമെന്ന് താല്പര്യമില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ചില സാഹചര്യങ്ങൾ. അപ്പോഴും ഈ ദിക്ർ ചൊല്ലിയാൽ മതി. തഹിയ്യത്തിന് പകരം ഈ ദിക്ർ ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇബ്നു റിഫഅ റളിയല്ലാഹു അൻഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നും കൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ തുഹ്ഫ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പരാമർശിച്ചപ്പോൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മഹാനായ ഇബ്നു റിഫഅ റളിയല്ലാഹു അൻഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നുകൂടി കൂട്ടിച്ചേർത്തത് ഉണ്ട്. ഏതായിരുന്നാലും അപ്പോൾ ഒരാള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്ന ആയത്തിനെ പാരായണം ചെയ്താൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരെ നമുക്ക് തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം. യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം റുക്കൂഇലും സുജൂദിലും എന്ത് മതി? ആംഗ്യം കാണിച്ചാൽ മതി. സുജൂദിൽ സുന്നത്തായ നിസ്കാരങ്ങളിൽ യാത്രക്കാരൻ അങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്.
ഖിബിലക്ക് മുന്നിടാതെ നിസ്കരിക്കാൻ പാടില്ല. പക്ഷെ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബില പ്രശ്നമല്ല. ഒരാൾ ഇവിടുന്ന് നാട്ടിലേക്ക് പോവാ, കോഴിക്കോട്ടേക്ക് പോവാ, തറാവി നിസ്കരിച്ചിട്ടില്ല, വണ്ടിയിലാണ്. ഈ 2 റക്അത്ത് തറാവി അല്ലാഹു തആലക്ക് നിസ്കരിക്കും, നിയത്ത് ചെയ്യുക, തക്ബീർ കെട്ടുക, ഫാത്തിഹ ഓതുക, റുക്കൂഇന് അല്പം കുനിയ, ഇഅ്തിദാൽ ചെയ്യുക, സുജൂദിന് കുറച്ചും കൂടി കുനിയ. അല്ലാതെ ഇപ്പോൾ വണ്ടിയിൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ? പൂർണ്ണമായ സുജൂദ് കഴിയില്ലല്ലോ. ആദ്യം നിൽക്കുക എന്നൊരു ഫർളുണ്ടായിരുന്നു, അയാൾ നിന്നില്ല, കാരണം യാത്രക്കാരനാണ്. അപ്പൊ യാത്രക്കാരന്റെ റുക്വയിലും സുജൂദിലും ഒക്കെ ആംഗ്യം കാണിച്ചാൽ യാത്രക്കാരൻ സുന്നത്ത് നിസ്കരിക്കാൻ വളരെ സിമ്പിളാണ്. ഖിബിലയുടെ ആവശ്യമില്ല, ഉളു വേണം കേട്ടോ. ഖിബിലയുടെ ആവശ്യമില്ല, റുക്വയും സുജൂദും പൂർണ്ണമായ അർത്ഥത്തിൽ ചെയ്യണമെന്നില്ല, അതെല്ലാം ആംഗ്യത്തിൽ കാണിച്ചാൽ മതി. അപ്പൊ തിലാവത്തിന്റെ സുജൂദ് ഉളു ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് നല്ലപോലെ കുനിഞ്ഞിട്ട് സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു എന്ന ദിക്ർ ചൊല്ലി സുജൂദ് ചെയ്യാം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, കാരണം യാത്രയല്ലേ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റോഡും കൂടി ആകുമ്പോൾ സുജൂദ് ചിലപ്പോൾ 3, 4, 5 ഒക്കെ ഒറ്റയടിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ ആ ദിക്ർ എന്ത് ചെയ്താൽ മതി? 4 പ്രാവശ്യം ചൊല്ലിയാൽ മതി. മഹാന്മാരായ ഫുഖഹാ പറയും, നിസ്കാരത്തിലാണ് തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നത് എങ്കിൽ അവിടെ 10 ഷർത്തുകൾ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വന്നു പോകും. 5 ഷർത്തുകൾ നിസ്കാരത്തിന്റെ ഷർത്തുകൾ തന്നെയാണ്. ഒതുണ്ടാകണം, നരസിൽ നിന്ന് വൃത്തിയാകണം, ശാരീരിക ശുദ്ധി വേണം, ഖിബിലക്ക് മുന്നിടണം, അവറത്ത് മറക്കണം, സമയമായി എന്നറിയണം. ഇവിടെ സമയമാകുക എന്ന് പറഞ്ഞാൽ തിലാവത്തിന്റെ സുജൂദ് പരാമർശിക്കുന്ന ആയത്ത് മുഴുവനായി ഓതുക എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആയത്ത് മുഴുവനായി ഓതി കേൾക്കണം. അതാണ് 6ാമത്തെ കാര്യം. 7ാമത്തേത് മയ്യത്ത് നിസ്കാരത്തിലാകാനും പാടില്ല. കാരണം മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ആയത്തോടെ ആവശ്യമില്ലല്ലോ. മയ്യത്ത് നിസ്കാരത്തിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസന എന്ന് പറഞ്ഞ ഒരു ആയത്താണ് 4ാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത്, അല്ലേ? പക്ഷെ അപ്പോൾ പോലും എന്ത് കരുതരുത് എന്നാ, ഇത് ഖുർആനാണെന്ന് കരുതാൻ പാടില്ല എന്നാ. ഇതൊരു ദിക്റാണെന്ന് കരുതണം. കാരണം 1ാമത്തെ ഖിയാമിൽ മാത്രമേ ഖുർആൻ പാരായണമുള്ളൂ. അല്ലാത്തയിടത്തൊന്നും പിന്നെ ഖുർആൻ ഓതാൻ പാടില്ല, അത് കറാഹത്താണ്. എത്രത്തോളം ഖുനൂത്തിൽ റബ്ബി ഗഫിർ വർഹം വഅൻത ഖൈറുർ റാഹിമീൻ എന്ന് ചൊല്ലലുണ്ട്. അതുപോലും ദിക്റാണ് എന്ന് കരുതണം, ഖുർആനാണെന്ന് കരുതാൻ പാടില്ല. അപ്പൊ പറഞ്ഞുകൊണ്ടുവരുന്നത്, പാരായണം ചെയ്യുമ്പോൾ അത് മയ്യത്ത് നിസ്കാരത്തിലാകാൻ പാടില്ല, സാധാരണയുള്ള നിസ്കാരത്തിലുള്ള ആവണം പാരായണം ചെയ്യുന്നത്. 8ാമത്തേത് മനുഷ്യൻ്റേത് തന്നെയാകണം. ഒരു തത്തയാണ് ഖുർആൻ ഓതുന്നത്, അത് കേട്ടതിൻ്റെ പേര് സുജൂദില്ല. സുജൂദ് ഓതിയ ആൾക്ക് മാത്രമല്ല, കേട്ട ആൾക്കും സുന്നത്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഒരു തത്തയെ നല്ലപോലെ ഓതി പഠിപ്പിച്ചിരിക്കുകയാണ്. ആ തത്ത ഓതി, അതിൻ്റെ പേരിൽ നമുക്ക് സുജൂദില്ല. ടൈപ്പ് റെക്കോർഡ്, അതിൻ്റെ പേരിലൊന്നും സുജൂദില്ല. യാന്ത്രികമായിട്ടുള്ള ഓത്തുണ്ടല്ലോ, യന്ത്രങ്ങളുടെ ഓത്ത്, അതിൻ്റെ പേരിലൊന്നും സുജൂദില്ല. അത് സുജൂദ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ബാങ്കിനൊക്കെ പകരം മൊബൈൽ അങ്ങ് ഓണാക്കിയാൽ മതി എന്ന് പറയേണ്ടി വരും. സമയം വരുമ്പോൾ മൊബൈൽ കൊണ്ട് ഓണാക്കുക, സെറ്റിൻ്റെ മുമ്പിലാണ് വെച്ച് കൊടുത്താൽ അങ്ങനെ കൊടുക്കുള്ളൂല്ലോ. അതിനൊന്നും നമുക്ക് സുന്നത്ത് കിട്ടൂല. നമുക്ക് സുന്നത്ത് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ ഓതണം. പിന്നെ അതിങ്ങനെ ഓതുമ്പോൾ നമ്മളിങ്ങനെ കേൾക്കും. അത് വേറെ എന്തെങ്കിലുമൊക്കെ കേൾക്കുന്നതിനേക്കാൾ നല്ലതാണ് ഖുർആൻ കേൾക്കല്ലേ. പക്ഷെ കേട്ടതിൻ്റെ പേരിൽ സുജൂദ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, മഹാന്മാരായ ഫുഖഹാ പറയും. അതുപോലെ ഒരാളിൽ നിന്ന് തന്നെ വേണം. ഒരാൾ ഓതി മറ്റവരോട് സുജൂദ് ചെയ്ത് പറ്റില്ല. അവൻ ഓതുക, അവൻ തന്നെ സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ ഓതിയ ആളുടേത് മറ്റേ ആൾ കേൾക്കുക, അങ്ങനെ വേണം. അതുപോലെ ഖുർആൻ പാരായണം കഴിഞ്ഞതിന് ശേഷം തന്നെ സുജൂദ് ചെയ്യുകയും വേണം, ദീർഘിപ്പിക്കാൻ പാടില്ല. ആ ദീർഘത്തിന്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചുരുങ്ങിയ വിധത്തിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ
ഒരു മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ മാക്സിമം വേണമെങ്കിൽ വരാം, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പോൾ ഖുർആൻ പാരായണം കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുക. ഒരു സമയത്ത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് ചെയ്യാമെന്ന് കരുതി ഖളാ കിട്ടുന്ന പ്രശ്നവും ഇല്ല, അതപ്പോൾ തന്നെ നിർവഹിക്കണം. ഇങ്ങനെ 4 സുജൂദുകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ശുക്രിൻ്റെ സുജൂദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയി. എന്തെങ്കിലും നിഅമത്തുകൾ നമുക്ക് കിട്ടുകയോ നിക്മത്തുകൾ അള്ളാഹു തടയുകയോ ചെയ്യുമ്പോൾ ആ അനുഗ്രഹത്തിൽ അള്ളാഹുവിനോട് സന്തോഷം പങ്കിട്ടുകൊണ്ട് നിർവഹിക്കുന്ന സുജൂദാണ് ശുക്രിൻ്റെ സുജൂദ്. സഹ്വിൻ്റെ സുജൂദിൽ 2 തസ്ബീഹുകളുണ്ട് ഹദീസുകളിൽ വന്നത്. സഹ്വിൻ്റെ സുജൂദിൽ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്നും കാണാം, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലിയാൽ അതും പറ്റും. ഏറ്റവും നല്ലത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് തന്നെ ചൊല്ലലാണ്. ഹദീസുകളിൽ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു, മറവിയും ഉറക്കവും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന ദിക്ർ നബി തങ്ങൾ ചൊല്ലിയതായിട്ട് കാണാം. ഇനി അത് അറിയാത്ത ആളുകൾക്ക്, ഇനി അറിയുന്ന ആളുകൾക്കും സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് ചൊല്ലിയാലും കുഴപ്പമില്ല എന്ന് അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.